ഇനി നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇനി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? എന്നെ സംബന്ധിച്ച് മൗലൈമാര് പച്ചക്കള്ളം പറയുന്നത് കണ്ടോ? എനിക്കെതിരെ ഒരു ലേഖനം തന്നെ എഴുതി വരും. ഇത് പേരോട് പച്ചക്കള്ളം എന്ന് പറയുന്നു, അപ്പറയുന്നതിനും പച്ചക്കള്ളം. ഇത് അവരുടെ മാസികയാണ്, ഇസ്ലാഹി മാസിക. എന്നെ സംബന്ധിച്ച് പറയുന്നു, എന്താ പറയുന്നത് കേട്ടോ? സ്ത്രീധനം അന്തസ്സുള്ള ഏർപ്പാടാണെന്ന് ആറ്റിങ്ങൽ മുഖാമുഖത്തിലും നാദാപുരം ഖണ്ഡനത്തിലും അഹ്ലുസുന്നത്തിന്റെ അധികായൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പേരോട് പറഞ്ഞത് തുഹ്ഫയും ശർവാനിയും തിരിയാത്തത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് കൈമടക്ക് മോഹിച്ച. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ ആറ്റിങ്ങൽ വെച്ച് പ്രസംഗിച്ചു പോലും, നാദാപുരത്ത് വെച്ച് പ്രസംഗിച്ചു പോലും ഈ പിടിച്ചുപറി ബ്രാക്കറ്റിൽ സ്ത്രീധനം അന്തസ്സുള്ള ഏർപ്പാടാണെന്ന് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഞാൻ പറഞ്ഞു പോലും, നാദാപുരത്തിലും പറഞ്ഞു പോലും. നാദാപുരത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ കേട്ടോളൂ. അന്തസ്സുള്ളവന് ചേർന്ന പണി അല്ല എന്നാ പറഞ്ഞത്. ആറ്റിങ്ങൽ വെച്ച് ഞാൻ പറഞ്ഞത് അന്തസ്സുള്ളവൻ, മാന്യതയുള്ളവൻ സ്ത്രീധനം ചോദിച്ചു വാങ്ങുകയല്ല വേണ്ടത് എന്നാ ഞാൻ പറഞ്ഞത്. നേരെ തിരിച്ചാണ് ഇവരെ പത്രത്തിൽ ഇവർ കൊടുക്കുന്നത്. അതൊന്ന് കേട്ടോളൂ, ഒന്ന് വെച്ചു കൊടുത്തവനെ. ആറ്റിങ്ങൽ മുഖാമുഖം. എന്നാൽ പെണ്ണിന്റെ സ്വത്ത് വിവാഹം കഴിക്കുന്ന സമയത്ത് നിബന്ധനയായി എനിക്ക് തരണമെന്ന് നിബന്ധന വെക്കുന്നത് ഒരു മാന്യതയുള്ള ഏർപ്പാടല്ല. പക്ഷെ ഇപ്പൊ ചില ചെറുപ്പക്കാരെന്താക്കി അങ്ങനെ ആവശ്യമൊന്നും ഇല്ലെങ്കിലും ഇതൊരു അവകാശം പോലെ ചോദിച്ച് വാങ്ങാൻ തുടങ്ങും. അതാണ് ഏർപ്പാടാണെന്ന് ഞാൻ പറഞ്ഞത്. ഇതൊരു അവകാശമായി ചോദിച്ച് വാങ്ങേണ്ടതല്ല. അതുകൊണ്ട് മൊത്തത്തിൽ സ്ത്രീധനം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് നമുക്ക് പറയാം. കേട്ടില്ലേ? മാന്യതയുള്ള ഏർപ്പാടല്ല, മൊത്തത്തിൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നാണ് ഞാൻ ആറ്റിങ്ങൽ വെച്ച് പറഞ്ഞത്. ഇവരെ പത്രത്തിൽ കൊടുക്കുന്നതോ? പത്രത്തിൽ കൊടുക്കുന്നത് അന്തസ്സുള്ള ഏർപ്പാടാണെന്ന് ആറ്റിങ്ങൽ മുഖാമുഖത്തിലും നാദാപുരം ഖണ്ഡനത്തിലും അഹ്ലുസുന്നത്തിന്റെ അധികായൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പേരോട് പറഞ്ഞത് കൈമടക്ക് മോഹിച്ചിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവർക്കും മരിക്കണ്ടേ? സഹോദരന്മാരെ, അപ്പൊ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പുത്തമ്പള്ളിയിൽ മൈക്ക് വെച്ച് ഒത്തുപോകുന്നു ഈ കെ വിഭാഗത്തിൻ്റെതാണെന്നും പച്ചക്കള്ളം ഇവിടെ പറഞ്ഞു നോക്കി മൗലവി. അതൊന്നും അറിഞ്ഞില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. വാഴക്കാട് സ്ഥിരം ഖണ്ഡനം നടത്തി, മുജാഹിദ് പൊട്ടിരണ്ടായി. നാദാപുരത്ത് ഖണ്ഡനം അഞ്ചാമത്തതാണിത്. സെലഫി വിചാരിക്കണ്ട, ഇവിടുന്ന് തലയൂരാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾ നാദാപുരത്ത് നിങ്ങൾ വന്നോ, ഇൻഷാ അല്ലാഹ് അള്ളാഹു എനിക്ക് ആരോഗ്യവും ആയുസ്സും തരുന്ന കാലത്തോളം നിങ്ങളെ ഓരോന്നിനും മറുപടി പറഞ്ഞിട്ടല്ലാതെ നാദാപുരം ഖണ്ഡനം നിർത്തുന്ന പരിപാടിയില്ല. എനിക്ക് കേട്ടോ മൗലവി, നാദാപുരത്ത് 5 ഖണ്ഡനം നടത്തി. സുന്നികൾ ഒന്നായിട്ട് വേദി പങ്കിടാൻ തുടങ്ങി. വാഴക്കാട്ട് സ്ഥിരം ഖണ്ഡനം നടത്തി, മുജാഹിദ് പൊട്ടി. നാദാപുരത്ത് സ്ഥിരം ഖണ്ഡനം തുടങ്ങി. സുന്നി സംഘടനകളിലുള്ള പണ്ഡിതന്മാരും നേതാക്കളും ഒന്നിച്ചിരിക്കാൻ തുടങ്ങി.